ഹായ് ഫ്രണ്ട്സ്, റെഡ് ക്യാപ്സിക്കം ഫാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രായത്തിൻ്റെ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പലഹാരമാണ് സമൂസ. വിവിധ തരത്തിലുള്ള സമൂസകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായ വെജിറ്റബിൾ സമൂസ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് സമൂസയുടെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെജ് ഫില്ലിങ്സ് ആണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതിനായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് ഒരു പാത്രം വെക്കാം. പാത്രം ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണയും ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ജീരകവും കൂടി നമുക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമുക്ക് ചേർത്തൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ 1 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായി വഴണ്ട് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ചെറുതായി അരിഞ്ഞ 1 കപ്പ് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ബീൻസ് കൂടി നമുക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴണ്ട് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഹാഫ് ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഗ്രീൻ പീസ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 വേവിച്ച ഉരുളക്കിഴങ്ങ് ഉടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി നമുക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സമൂസ ഷീറ്റ്സ് ആണ്. ഇത് കടയിൽ നിന്ന് വാങ്ങിയ റെഡിമെയ്ഡ് ഷീറ്റ് ആണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നവർക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിയ റെഡിമെയ്ഡ് ഷീറ്റ്സ് ആണ്. ഇതിനെ നമുക്ക് ആദ്യം ഒരു കോൺ പോലെ മടക്കാം. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ സൈഡ്സ് ഒക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഷീറ്റ്സിലെല്ലാം തേച്ച് കൊടുത്തിട്ട് നമുക്കതിനെ നല്ലപോലെ ഒന്ന് മടക്കിയെടുക്കാം. അതിന്റെ സൈഡിലെല്ലാം നല്ലപോലെ തേച്ച് നല്ലപോലെ ഒട്ടിച്ചെടുക്കണം. വിടവുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഗ്യാസിൽ ഒരു പാൻ വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സമൂസ കൂടി അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം.
നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കതിനെ കോരി മാറ്റാം. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ സമൂസകളും നമുക്ക് അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സമൂസ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അത് മാത്രമല്ല ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ വലത്തേറ്റത്ത് കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.